നമസ്കാരം. വീണ്ടും മണിപിടിച്ച മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സമയമാണ്. ഇന്ന് നമ്മളെ കൂടെ വിഷ്ണു ഉണ്ട്. നിങ്ങളെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വിഷ്ണു ചോദിക്കും. എനിക്കറിയാനുള്ള ഉത്തരം ഞാൻ പറയും. ഇത് എന്റെ ചോദ്യമല്ല, നിങ്ങള് കമന്റ്സിലിട്ട ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ സാറടുത്ത് ചോദിക്കും. ആദ്യത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഈ ആഴ്ച മൊത്തം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ബാങ്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പൊ ഈ ഷൂട്ട് തുടങ്ങുന്ന മുമ്പ് ഒരു 5 മിനിറ്റ്സിന്റെ മുമ്പ് യെസ് ബാങ്കിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സാർ. ഇന്ന് നിങ്ങൾ യെസ് ബാങ്കിനെ കുറിച്ച് ശനിയാഴ്ച പറയുന്നു, നിങ്ങൾ ശനിയാഴ്ച വന്നിട്ട് ഈ വീഡിയോനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടിന് വരുന്ന മുമ്പേ വന്ന അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, SBI to sell 13.19% of stake in Yes Bank, 8,889 crores എന്ന ന്യൂസ് 5 നിമിഷത്തിന് മുമ്പ് തന്നെ വന്നായിരുന്നു. സർ, വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? SBIയും മറ്റു ബാങ്കിനെയും ഇവർ നഷ്ടപ്പെടാൻ വെച്ചല്ലേ, അതിന് ആര് കോമ്പൻസേഷൻ കൊടുക്കും? ഓക്കെ സാർ, ഇത് ജനങ്ങളുടെ ചോദ്യത്തിന്റെ അകം പോകുന്നു. അതല്ല, ഇത് SBI പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഗവൺമെന്റ് കമ്പനി അല്ല. 51% തന്നെ ഗവൺമെന്റ്, 49% പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഇരിക്കുന്നു. ആ ഷെയർ ഹോൾഡിങ്ങിന് വന്ന നഷ്ടത്തിന് ആര് കാശ് കൊടുക്കാൻ പോകുന്നു? ഒരു 8 വർഷമായിട്ട് ഒരു സ്ഥലത്തിൽ കാശ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര മടങ്ങ് വന്നിരിക്കണം? SBI എടുക്കാമേ സാർ, ഞാനേ പറയുന്നു. 8 ഇയേഴ്സിന്റെ മുമ്പ് 2016 SBI ഷെയർ വന്നിട്ട് 174 റുപ്പീസിന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 780. അതിന് ബദൽ അവർ യെസ് ബാങ്കിനെ മെർജെങ്കിലും ചെയ്തിരിക്കാനല്ലേ? 400% വന്നിരിക്കുമല്ല സാർ? അതന്നെ ഞാൻ പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇതിനെ മെർജ് ചെയ്തില്ല എന്ന്? ഞങ്ങളെ കാശല്ലേ അതിലിട്ടിരിക്കുന്നു. അപ്പൊ തന്നെയല്ലേ സാർ ഇപ്പോൾ 8,000 കോടിക്ക് വിറ്റുകൊണ്ട് വെളിയിൽ വരാനല്ലേ പോകുന്നു? ഇത് ഇത്രയ്ക്ക് വിറ്റു, പക്ഷെ എത്രയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നോക്ക്. യെസ് ബാങ്ക് റൈറ്റ് ഓഫ് ഒക്കെ ചെയ്തു അല്ലേ? ആ റൈറ്റ് ഓഫിനൊക്കെ ഇവർ കൊടുത്ത ക്യാപിറ്റൽ അല്ലേ കാരണം? അതിനൊക്കെ ഞങ്ങൾക്ക് എന്ത് കോമ്പൻസേഷൻ? ഇപ്പൊ നല്ല മുതലാളി വരുമെന്ന് നമ്മൾ വിചാരിക്കാമോ സാർ? ഇത് കാരണം തന്നെ പബ്ലിക് സെക്ടർ ബാങ്കിന്റെ പോകണ്ടെന്ന് ഞാൻ പറയണത്. എന്റെ ഉത്തരം കറക്റ്റാ സാർ. ഇത് ഈ നല്ല ഒരു മുതലാളി വരുമെന്ന് വിചാരിക്കുന്നത്. എല്ലാം ശരിയായതിന്റെ ശേഷം മുതലാളി വന്ന് എടുത്ത് ലാഭം നോക്കും. അപ്പൊ ഞാനിപ്പോ യെസ് ബാങ്കിന്റെ അഹം പോകാമോ പോകണ്ടേ? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് സുമിറ്റോമോയുടെ കമ്പനിയിൽ പോകേണ്ടതല്ലോ. പോയ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒരു 50 ലക്ഷം രൂപ ഇല്ലാതെ അബ്രോഡ് മാർക്കറ്റ്സിന് പോകരുത് എന്ന്. നിങ്ങളെ 20 രൂപയ്ക്ക് യെസ് ബാങ്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ പറയണത് നോക്കുമ്പോൾ 50 ലക്ഷം രൂപ കണക്ക്. യെസ് ബാങ്കിന് എൻ്റെ ഒപ്പീനിയൻ, അതിന് ശേഷം അവർ 51% ഇട്ട് തിരിച്ച് അതിനെ ഡയലൂട്ട് ചെയ്ത് അത് കയറാൻ ഒരുപാട് ദിവസം എടുക്കും. അതിന് ബദൽ ഫെഡറൽ ബാങ്കിനെയോ അല്ലെങ്കിൽ കർണാടക ബാങ്കിനെയോ ഇന്ത്യൻ ബാങ്കിനെയോ അല്ലെങ്കിൽ IDFCയോ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ സാർ, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സാർ, IDFC ഇപ്പൊ പറഞ്ഞായിരുന്നു. ഈ IDFC ബാങ്ക് സാർ അതിനെക്കുറിച്ച് പറയുന്ന സമയത്തിൽ വൈദ്യനാഥൻ എന്ന ആളിനെ ബേസ വെച്ച് ഈ ഷെയർ എന്ന് സാറ് പറഞ്ഞായിരുന്നു. അവർ എന്താട്ടായ? എനിക്ക് അറിയാനുള്ളത് ഞാൻ പറയുന്നു. ഒരു മാനുടെ ലൈഫ് പ്രൊജക്ടറി നോക്കി ഇതുവരയ്ക്കും അവർ പറഞ്ഞതിന് ഇയാൾ ചെയ്തിട്ടുണ്ട്. ബാങ്കിന് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്തിൽ ഈ വർഷം ഈ ടാർഗറ്റിന് ഇയാൾ മീറ്റ് ചെയ്യുന്നു പറഞ്ഞതിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യുവാനെങ്കിൽ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ സാർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് അങ്ങനെയായിരിക്കണേ സാർ. 5 രൂപയ്ക്ക് വാങ്ങിയോണ്ട് ഇപ്പം 25 രൂപയ്ക്ക് ഇരിക്കുന്നത്. ഞാൻ 5 രൂപയ്ക്ക് പറഞ്ഞപ്പോൾ നീ നോക്കാതെ 25 രൂപയ്ക്ക് ഇപ്പൊ നീ നോക്കിയത് നിന്റെ തെറ്റത്. നോക്കിയും വാങ്ങിയില്ല എന്ന് എന്റെ തെറ്റാ. അപ്പൊ അതിനോട് അവനെ വിടും. ഓക്കെ സാർ, ഡൺ, ഫൈൻ. സാർ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് സെപ്റ്റംബർ 24, അതായത് 2024 മാർക്കറ്റിൽ വന്നിട്ട് ലോസസിനെ ഫേസ് ചെയ്തതായിട്ട് ഞാൻ ഒരുപാട് കമന്റ്സ് നോക്കി. അവർക്ക് ഒരു പോസിറ്റീവായ അഡ്വൈസ് നിങ്ങൾ കൊടുക്കുമെങ്കിൽ അത് എന്തായിരിക്കും സാർ? 24 ഡെയിലി കൺസിസ്റ്റൻസ് ആയിട്ട് അവർ ടിഫൻ കോഫി ചെയ്തിട്ടുണ്ടെങ്കിൽ ലോജ് എക്സ്പെരിമെന്റ് ചെയ്യാം. അതെ സാർ, ഇല്ലെന്ന് ആരും പറയാനും പറ്റത്തില്ല. സോ യു ആർ നോട്ട് സഫറിങ് എ ബിഗ് ലോസ്. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്നിനെ ബൾക്കാ വാങ്ങിയുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിന് 1300 ഒരുപാട് നോക്കിയുണ്ട്. 600 അതിനെ പേടിച്ച് വിട്ടുവെങ്കിൽ യു വിൽ ബി ഇൻ ലോസ്. ഇറ്റ് ആവറേജസ് ഇറ്റ്സ് ഇൻ സ്മോൾ ലെവൽ ഓർ ഈവൻ ഇറങ്ങുന്ന സമയത്ത് അത് ഹയർ ലെവൽ. യു മേക്ക് ഡീസൻറ്റ് ക്രിപ്റ്റൻസ് ഓർ ബ്രേക്ക്ഔട്ട്. എന്റെ പോർട്ട്ഫോളിയോ ഞാൻ പറയുന്നു. നിങ്ങളെ പോസിറ്റീവ് ഐഡിയ എന്തെന്ന് പറഞ്ഞാൽ ബി കൺസിസ്റ്റന്റ്. പേടിക്കണ്ട. ആൻഡ് ദെൻ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി സ്റ്റോക്ക് യു സെലക്ടഡ്. അതൊന്ന് ഓക്കെ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ ലോങ് ടേമിൽ പ്ലാൻ ചെയ്യും. അതെ, വാങ്ങിച്ച് നാളെ വിൽക്കണം, അടുത്ത ആഴ്ച വിൽക്കണം, അങ്ങനെ ഒന്നും തീരുമാനിക്കേണ്ട. ഇപ്പോൾ ജെൻസോൾ വാങ്ങി നീ പ്ലാൻ ചെയ്തുവെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. സോ ഐ എം കംപ്ലീറ്റ്ലി എഗൻസ്റ്റ് സ്മാൾ ക്യാപ്. എനിക്ക് അറിയാനുള്ള 2-3 സ്മാൾ ക്യാപ്പിനെ കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. ടോപ്പ് 100 കമ്പനീസ്, ഗവൺമെന്റ് കമ്പനി അല്ലാതെ വേറെ കമ്പനി നിങ്ങൾ വാങ്ങിയെങ്കിൽ നിങ്ങൾ അത് അത്ര വലിയ നഷ്ടത്തിന് കൊണ്ടുപോകത്തില്ല. ഓക്കെ സാർ, ഫൈൻ. ഇന്ത്യൻ ഹോട്ടൽസിന്റെ Q4 റിസൾട്ട് വന്നു സാർ. 30% അപ്പ് ഇയർ ഓൺ ഇയർ. 2 രൂപ 25 പൈസ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സംശയം എന്തെന്ന് വെച്ചാൽ ഹോട്ടൽ സെക്ടറിൽ എന്തെന്ന് നടക്കുന്നു. IT സെക്ടറിന് അവരുടെ അടുത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്. അക്ഷയ
അവർ ആദ്യം ഹോട്ടലിനെ തന്നെ ഡീമർജ് ചെയ്ത് തനിയായിട്ട് എടുത്തു. സോ ഇത് ഹോട്ടൽസ് ഇനി തൊട്ട് നന്നപാമയ്യം എന്ന് നമ്മൾ ഇതിൽ നിന്ന് എടുക്കാമോ സർ? അങ്ങനെ ഒന്നുമില്ല. ഇവർ രണ്ടുപേരുമേ നല്ല എക്സ്റ്റാബ്ലിഷ് ആയി ഗ്രൗണ്ട് വർക്ക് ചെയ്ത് അവരിപ്പോൾ വന്നിട്ട് അസറ്റ് ലൈറ്റ് മോഡലിൽ വർക്ക് ചെയ്യുന്നു. അതായത് റിയൽ എസ്റ്റേറ്റ് കമ്പനി അവർക്ക് ഹോട്ടൽ കെട്ടി ഇപ്പോൾ ലീസിൽ വിടണം. പേര് മാനേജ്മെൻറ്റ് മാത്രം തന്നെ ചെയ്യും. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല. കേഷേപ്പ് റിക്കവറി എന്ന് പറഞ്ഞൊരു ഒന്നുണ്ട്. താജും ശരി, ഇന്ത്യൻ அந்த ഹോട്ടൽസും அப்படிந்தா ശരി, அந்த ഒപ്പറായും ശരി, அவ ITCയും போட்டுட்டு ശരി, அவ മിഡിൽ போட்டுக்கு ക്ലാസിന്റെ அவங்க മുകളിൽ போட்டு ഇരിക്കുന്നവർക്ക് മട്ടും அவ போட்டு ദിവസം போட்டு 7,000 രൂപ இந்த 8,000 രൂപ போட்டு ഇല്ലെങ്കിൽ கூட்டிட்டு റൂമേ அடுத்து இந்த കിട്ടത്തില്ല. அவ போட்டு ഒരു ദിവസം போய்க்குது 8,000 രൂപ ஆத்த வந்து ചെലവ് ചെയ്യുന്ന அத்திய ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് கூட்டிட்டு നല്ല அவ ചെയ്തുകൊണ്ട് போட்டு തന്നെ ഇരിക്കുന്നു. பூண்டாக்கிட்டு ലക്നോമിയ இது തന്നെ அந்த പോയോണ്ടിരിക്കുന്നു. வந்து മദ്രാസിൽ தேய் എനിക്ക് അറിയാൻ கொடிக்கிட்டு പറ്റുന്ന ഒരു താജ് அவ்வா ഉണ്ടായിരുന്നു, போட்டு താജ് இது കൊറോമണ്ടൽ. അതിന് ശേഷം അവർ இது കന്നിമേരായും അവർ ടേക്ക് ഓവർ ചെയ്തു. അടുത്ത് ഇന്ന് 5 6 ഹോട്ടൽ ഇരിക്കുന്നു എനിക്കറിയാനുള്ളത്. ക്ലബ് ഹൗസ്, താജ് കൊറമണ്ടൽ, താജ് കന്നിമേര, ഫിഷർമാൻ കോ, താജ് വില്ലിംഗ്ടൺ, ടേമയറിൽ ഗേറ്റ് വേയോ എന്നൊന്നും ഇരിക്കുന്നു. പിന്നെ ജിഞ്ചർ, അങ്ങനെ 7 ഹോട്ടൽ മദ്രാസിലിരിക്കുന്നു. ഒന്നെന്ന് പറയണത് ഇപ്പോൾ 7 ഒഎംആറിലെ 2 ഹോട്ടൽ ഇരിക്കുന്നു സാർ പറഞ്ഞതുപോലെ. ഇവിടെ നോക്കിയാൽ ഇപ്പൊ ITCയും ഒരുപാട് ഹോട്ടൽ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നു സാർ. ആ മാരുതി ഷോറൂം ഭാഗത്ത് അതന്നെ ഓൾഡസ്റ്റ് ഹോട്ടൽ. ഗാന്ധിജി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദു അവരുടെ ഫാമിലിയുടെ വീട്. അത് തന്നെ ITC സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഹോട്ടൽ. TC വെൽക്കമിനിട്ട് അതന്നെ ആദ്യം ITC സ്റ്റാർട്ട് ചെയ്തത്. TCയുടെ ഫസ്റ്റ് ഹോട്ടൽ അത് ഓൺ പ്രോപ്പർട്ടി ആണ്. അതുപോലെ ഗ്രാൻഡ് ചോളായും ഓൺ പ്രോപ്പർട്ടി